എത്രയും സ്നേഹമുള്ള വിനീതയ്ക്ക്. ഏയ് അത് വേണ്ട, തെറ്റിദ്ധരിക്കും. എത്രയും ബഹുമാനപ്പെട്ട വിനീത കുട്ടിക്ക്. അത് മതി. പാപ്പാൻ ശങ്കരൻകുട്ടി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നവനാണ് അവൻ. അവൻ യഥാർത്ഥത്തിൽ അനന്ത പത്മനാഭ അയ്യരാണ്. കുട്ടിയെ വശീകരിച്ച് ഇവിടത്തെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുകയാണ് ആ ചെറ്റയുടെ ഉദ്ദേശം. അവനൊരു ദുർമാർഗിയും ദുർനടപ്പുകാരനും ദുഷ്ടനും ദുരാഗ്രഹിയുമാണ്. ഉടനെ തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറിജിനൽ ശങ്കരൻകുട്ടി. ഒപ്പ്. ഇത് മതി. അവൻ എന്നോടാണ് കളി. ഒട്ടിച്ച് തന്നെ കൊടുത്തു കളയാം. I love you சொன்னாலே உள்ளத்தை அள்ளி அள்ளி தன்னாலே. I love you தன்னாலே உள்ளத்தை അള്ളി അള്ളി തന്നാലേ. എന്താടാ പിന്നെ? അല്ല, നമ്മുടെ ആനയെ എവിടെയൊന്നും കണ്ടില്ല. ഇങ്ങോട്ടെങ്ങനെ വന്നാ നോക്കിയായിരുന്നു. ആന ഇവിടെ എങ്ങും കാണാനില്ല. മുറിക്കകത്ത് എങ്ങനെ ഉണ്ടാ നോക്കിയേ. കാസറ്റും ബുക്സും ഒക്കെ എടുത്ത് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അമ്മാവൻ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കെ, ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കാന്ന്. ശരി. ഞാനോ? അവളെ വിളിക്കേ. അതെ, എന്നെയോ? അയ്യോ, ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും അറിയേണ്ടതാണല്ലോ. വായിക്ക്. കരളിന്റെ കരളായ ഗായത്രിക്ക് പ്രേമഗായകൻ ലോകിതാക്ഷൻ എഴുതുന്നത്. കാര്യസ്ഥൻ ഉണ്ട വിഴുങ്ങി കറുപോറൻ അറുമുഖം പിള്ളയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മകൾ ജനിച്ചത്? സത്യം പറയണം, ആ കോന്തന്റെ മകൾ തന്നെയാണോ ഗായത്രി? അയ്യേ, നമ്മുടെ വിവാഹത്തിന് നിന്റെ തന്തപ്പടി സമ്മതിച്ചില്ലെങ്കിൽ അങ്ങേരെ വടിയാക്കാനുള്ള കൊടിയ പക്ഷം എന്റെ കയ്യിലുണ്ട്. അങ്ങേര് വടിയായാലേ നമ്മൾ ജോഡിയാകൂ. അതുകൊണ്ട് തടി കേടാകണ്ടെങ്കിൽ ഉടനടി നമ്മുടെ വിവാഹം നടത്തിത്തരാൻ പറയണം. ഇതാണ് ഉടമ്പടി എന്ന് മുടി ചൂടാമന്നൻ ലോഹി. ഇത് ഞാൻ എഴുതിയ കത്തല്ല. ഇവൻ പാവമാണ് ചേട്ടാ. ചിലപ്പോ ഇവനെ കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കവറിനകത്ത് കത്ത് മാറ്റി വെച്ചാണെങ്കിലോ? ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഇനിയുള്ള കടിയൊക്കെ വീട്ടിന് പുറത്ത് നിന്ന്. എന്നോട് ക്ഷമിക്കൂ ലോഹിതാക്ഷ, ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നീ ഇവിടുന്ന് പോകരുത്, പോകാൻ പാടില്ല. നിന്നെ പോലെ സത്യസന്ധനായ ഒരു പാപ്പാനെ ഈ തറവാടിന് ആവശ്യമാണ്. നീ വിഷമിക്കരുത്. നിന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. രോഗം? ആർക്ക്? എന്ത് രോഗം? ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാലാണ്. പല സമയത്തും പരസ്പര ബന്ധമില്ലാതെ പിച്ചും പേയും പറയുന്നത് ഭ്രാന്താണെന്ന് പറയുന്നത് ശരിയാണോ? വേണമെങ്കിൽ ഇതിനെ മാനസിക വിഭ്രാന്തി എന്ന് പറയാം. ഒന്നും പറയണ്ട. രണ്ടാനമ്മതിന്റെ തൊടയില് ചട്ടുകം വെച്ച് പൊളിച്ച കഥയൊക്കെ ശങ്കരൻകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ. ഇന്ന് വെളുത്ത മാവാ. ഇവൻ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ദിവസം. ബലാത്കാരമായിട്ട് ഇവന്റെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ചാല് അല്പം ശമനം കിട്ടും. എണ്ണ ഉണ്ടോ ലോഹിതാക്ഷ? ഈ കള്ളക്കളി ഞാനാ പറഞ്ഞത്, സമ്മതിച്ചു.
ഞാൻ കള്ളക്കളി തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെനിക്ക് പ്രേരണ തന്നത് നീയാണ്. BSc കാരനായ നിനക്ക് ഒരു പാപ്പാനാകേണ്ടി വന്നാൽ ആ നിമിഷം ആത്മഹത്യ ചെയ്യുമെന്ന് നീ എന്നോട് പറഞ്ഞു. നീ ഒരിക്കലും കടന്നു വരില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്കാണ് ആൾമാറാട്ടം നടത്തി ഞാൻ വന്നത്. അവസാനം ഇവിടെ വന്ന് നീ എനിക്കൊരു ഭീഷണിയായി മാറിയപ്പോ ചില പൊടിക്കൈകൾ എനിക്കും പ്രയോഗിക്കേണ്ടി വന്നു. പറ, ഞാൻ ഇനി നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നീ പറഞ്ഞ ഉപാധികളൊക്കെ സമ്മതിച്ചു, എന്നിട്ടും സ്വൈരമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ? ഇനിയും പറയുന്നു, നമുക്കിവിടെ ഒരു പാരലൽ ട്രാക്കായിട്ട് കഴിയാം, അവരവരുടെ കാര്യം നോക്കി. ശരി, എങ്കിൽ ആദ്യം ഞാനാണ് യഥാർത്ഥത്തിൽ തെക്കേപ്പാട്ട് ശങ്കരൻകുട്ടിയെന്ന് നീ തന്നെ പോയി എല്ലാവരോടും പറയണം. ഇപ്പൊ തന്നെ പോയി പറയണം. അത് മാത്രം സാധ്യമല്ല. എന്താ അത് മാത്രം സാധ്യമല്ലാത്തത്? ഒന്ന് മാത്രം ഞാൻ പറയാം. പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിനക്ക് നേട്ടങ്ങളുണ്ട്, അത് മറക്കണ്ട. എനിക്കിവിടെയുള്ള സ്വാധീനം വെച്ച് നീ ആഗ്രഹിക്കുന്ന പോലെ ഗായത്രിയുടെയും നിന്റെയും കാര്യത്തിൽ അറുമുഖം ചേട്ടനെ കൊണ്ട് അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ എനിക്ക് കഴിയും. തൽക്കാലം ഇവിടെ തന്നെ കഴിയുന്നതാണ് ബുദ്ധി. ഗായത്രിയെ കെട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാം. കഷ്ടം, വീണ്ടും എന്തോ കൊനഷ്ട് ചിന്തിക്കുകയാണ്. ആ മോണ്ട കണ്ടാലറിയാം നീ നന്നാവില്ല ശങ്കരൻകുട്ടി. എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി നമുക്ക് പരസ്പരം സ്നേഹിച്ച് സ്നേഹിച്ച് മരിക്കാൻ ചങ്ങാതി. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വെപ്പിന്റെ ആവശ്യം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിനീത വാശി പിടിച്ച നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഏട്ടാ? ആദ്യം പറഞ്ഞു കേശവൻകുട്ടിയെ വിൽക്കണോന്ന്, പിന്നെ പറഞ്ഞു വിൽക്കണ്ടാന്ന്. ദേ ഇപ്പൊ പറയണു അവൻ പഴയ വാപ്പാനെ കൊല്ലാനുള്ള കാരണം പ്രശ്നം വെച്ച് കണ്ടുപിടിക്കണമെന്ന്. മോള് പറയുന്നത് അനുസരിക്കാ, അതല്ലേ നിവൃത്തിയുള്ളൂ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ പോയല്ലേ പറ്റൂ. ഗജപൂജ നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹം വെച്ച് വിശേഷാൽ എഴുന്നള്ളിപ്പും. അതിനു മുമ്പ് ഒന്നാം പാപ്പാൻ 5 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരിക്കണം. എന്ത് വ്രതം? 5 ദിവസത്തേക്ക് പാപ്പാൻ ആഹാരം വർജിക്കണം. തറവാടിന്റെ തെക്കതിൽ എല്ലാവരും കാണുക അയാൾ പൂജാകർമ്മങ്ങളിൽ മുഴുകിയിരിക്കണം. ഇതാണ് പ്രശ്നത്തിൽ കാണുന്നത്. വളരെ ഉപകാരം ജോത്സരെ. പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഇതിൽ വെച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പൊ 5 ദിവസം ആനയ്ക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ പാടില്ല അല്ലേ? അതെ, അത് കൊള്ളാലോ. ആരാ നിരാഹാരം കിടക്കേണ്ടത്? ഒന്നാം പാപ്പാൻ. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് ശങ്കരൻകുട്ടി. പാപ്പാൻ കുടുംബത്തിൽ പറഞ്ഞ നീ 2ാം പാപ്പാൻ, ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞ ഞാൻ 1ാം പാപ്പാൻ. എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതുകൊണ്ട് നമുക്ക് ഈ 1ാം പാപ്പാൻ സ്ഥാനവും 2ാം പാപ്പാൻ സ്ഥാനവും പരസ്പരം വച്ചു മാറാം. ഭാഗ്യത്തിന് അച്യുതനാരെ അദ്ദേഹം സമ്മതിച്ചിരിക്കാം. നീ അദ്ദേഹത്തെ പോയിന്ന് കണ്ടാ മതി, എല്ലാം ശരിയാവും. നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇത്രയും വലിയൊരു മനസ്സ് നിനക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലടാ. ഇപ്പൊ തന്നെ ഞാൻ പോയി കാരണവരെ കാണാം. പിന്നെ ഞാൻ 1ാം പാപ്പനായിട്ട് ചാർജ് എടുത്താലും നീ ഇനി ഇവിടെ തന്നെ ഇവിടെയൊക്കെ തന്നെ കാണും. ചെല്ല്. ഈശ്വരാ, പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. മതമിളകിയ ആന പാപ്പാനെ കുത്തി കുടലെടുത്തു. അയ്യോ, അങ്ങുന്നിനെ പോയി കണ്ടിട്ട് എന്തായി? പ്രമോഷൻ ശരിയായി? ഓ, മിക്കവാറും ശരിയാകും. വലിയൊരു ത്യാഗമനോഭാവമായി ആ കാർക്കോടകം വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. എന്നിട്ട് എന്താക്കി? എന്താക്കാൻ? പാര വച്ചവന് തന്നെ പാര കൊണ്ടിട്ടുണ്ട്. അമ്മാവന്മാരുടെ മുമ്പിൽ വെച്ച് അനന്തരവൾ ആജ്ഞാപിച്ചു അവൻ തന്നെ നിരാഹാരം കിടന്നാ മതിയെന്ന്. എതിർത്ത് ഒരക്ഷരം ഉണ്ട് ആ തെണ്ടിക്ക് പറ്റിയില്ല. ചേട്ടാ, ഈ ഡെഡ് ബോഡി കാണുന്ന ഇഷ്ടമാണ്? പിന്നെ അതെ. ഇന്നേക്ക് 5ാം ദിവസം ഇവിടെ ഒരു പട്ടിണി മരണം നടക്കും. അവന്റെ ദുഃഖാചരണമൊക്കെ കഴിഞ്ഞ് പ്രമോഷനോട് കൂടി 1ാം പാപ്പാനായിട്ട് ഞാൻ ചാർജ് എടുക്കും. അപ്പൊ കാണാം. ഓ, അപ്പോ സർവശക്തനായ ജഗദീശനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. ഈശ്വര ചിന്തയി തൊന്നേ മനി തന്നെ. ഞാലിപ്പൂവനല്ലേ? മൈസൂർ പൂവന. നല്ല രുചിയായിരിക്കും. ബെസ്റ്റ് ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഉള്ള പഴം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക.
ഒരെണ്ണ എനിക്കിതാടാ. ആ, ദാ. ഇത് മുഴുവൻ നിന്നെ കൊണ്ട് തീറ്റിക്കണമെന്നുണ്ട്. പക്ഷെ ആനയ്ക്കും നമുക്കൊക്കെ പാവം കിട്ടൂലേ, അതുകൊണ്ട് തിന്നണ്ട. ഏതിനും 3 ദിവസം കഴിഞ്ഞില്ലേ, ഇനി 2 ദിവസം കൂടെ ക്ഷമിക്ക്. അല്ല ശങ്കരൻകുട്ടി, ഈ വാഴപ്പഴത്തിലാണ് അതേ ഓറഞ്ചിലാണ് വൈറ്റമിൻസ് കൂടുതൽ? ചിലർ പറയുന്നത് ആപ്പിളിലാണെന്ന്. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ ബ്രാഹ്മിൺസ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച മസാല ദോശ, തൈര് സാദം, സാമ്പാർ വട, ഇതൊക്കെ നല്ല ചൂടോടെ അവിടെ ഇരിക്കുക. ഞാൻ പോയി കഴിച്ചിട്ട് വരേ. പഴത്തൊലി പോലും ഇവിടെ ഇടണ്ട, ഈ പന്നി തിന്നും. വേണ്ടടാ കേശവൻകുട്ടി, നിനക്ക് വേണ്ടിയുള്ള പൂജയല്ലേ, നീ തന്നെ കഴിച്ചു. ആ കഴിച്ചോടാ. പറയുന്ന അനുസരിച്ച് കേശവൻകുട്ടി കഴിക്കാം. ആ മിടുക്കൻ.